മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ പണ്ട് യൂട്യൂബിലെല്ലാം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പിന്നീട് ഞാൻ ചെറിയ സന്ദേശമായിട്ട് നിങ്ങളോട് പറയാറുണ്ട്. ഇന്നതൊന്ന് ആവർത്തിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. എന്താണെന്നറിയോ, അവനവൻ്റെ കാര്യങ്ങൾ അത് ഓരോരുത്തരെ ഏൽപ്പിച്ച് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നത് അയാളെ കൊണ്ട് 1 ദിവസം കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടി ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക, ഇല്ലാതെയാക്കണ്ട. ശരിക്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയത്ത് അത് വേറെ വല്ലവരെയും ഏൽപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ചെയ്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ തന്നെ നിങ്ങൾ സ്വയം ചെയ്യുന്നതിൻ്റെ 4 ഇരട്ടി സമയം വേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളെക്കുറിച്ചാണ്, എല്ലാ കാര്യങ്ങളെയും കുറിച്ചല്ല. ഇപ്പൊ എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്റ്റാഫിന്റെ അടുത്താണ് ഇമെയിൽ ID ടൈപ്പ് ചെയ്യാനും മൊബൈൽ ഫോണിന്റെ നമ്പർ ടൈപ്പ് ചെയ്യാനും അതേപോലെ പോസ്റ്റേജിന്റെ കാര്യങ്ങൾ ചെയ്യാനും ബാക്കിയുള്ളതെല്ലാം ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്. അത് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി സമയം അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആകും. ഇപ്പൊ ഇവരെന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊരു പേപ്പറിൽ എഴുതി 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. അവരത് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കൊണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കേന്ദ്രമാണ് മഴുവഞ്ചേരി, തൃശ്ശൂർ കേച്ചേരിക്കടുത്തുള്ള സ്ഥലം. അവിടെ കൃഷ്ണമൂർത്തിയുണ്ട്, മുരളിയുണ്ട്, അവിടെ ടീച്ചേഴ്സുണ്ട്. അവർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഇമെയിൽ അയച്ച് അവരെ അറിയിക്കും. അത് പ്രിന്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള അത് വൈകുന്നേരത്തിനുള്ളിൽ അവർ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ ചെയ്ത നമ്മൾ തന്നെ ഒരു ഐഡിയൽ മോഡലായിട്ട് നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ വർക്കുകളും നമ്മൾ ചെയ്തു തീർക്കേണ്ടതും നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വവും ഇന്ന് ചെയ്തു തീർക്കാനുള്ളത് ഇന്ന് ചെയ്തു തീർക്കാം, സാധിക്കുമെങ്കിൽ നാളെ ചെയ്തു തീർക്കാനുള്ളത് കൂടി ഇന്ന് ചെയ്തു തീർക്കാം. ചില കാര്യങ്ങൾ ചിലരെ വിളിച്ച് അറിയിച്ച് ചെയ്യിക്കേണ്ടത് അപ്പപ്പോ തന്നെ അവനവൻ തന്നെ വിളിക്കുക, അത് വേറൊരാളെ വിളിക്കാൻ ഏൽപ്പിക്കാതിരിക്കുക. ഇമെയിൽ നമ്മൾ അയക്കാനുണ്ടെങ്കിൽ നമ്മൾ അയക്കുക, അത് വേറൊരുവരെ ഏൽപ്പിക്കാതിരിക്കുക. അഥവാ ഏൽപ്പിച്ചാൽ അത് എഴുതി കൊടുത്ത് ഇടയ്ക്കൊന്ന് ചെയ്തു എന്നുള്ളത് 1/2 സെക്കൻഡ് കൊണ്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രോബ്ലം, നമ്മൾ ആശുപത്രിയിലേക്ക് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക, നമ്മൾ ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ പോയിട്ട് ഡോക്ടറെ കാണിക്കുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു അമ്പലത്തിൽ വേദപഠനം നടത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ച് അവിടെയുള്ള ഒരു വർക്കറെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു. ഇങ്ങനെ നമ്മളുടെ വർക്കേഴ്സിനോട് കുറേ കാര്യങ്ങൾ, കോർഡിനേറ്റേഴ്സിനോട്, പെയ്ഡ് സ്റ്റാഫ് അല്ല വോളണ്ടിയേഴ്സിനോട് കുറേ കാര്യങ്ങൾ വിളിച്ചു പറയാറുണ്ട്. അത് പലപ്പോഴും അവർ ചെയ്തു എന്നോ ചെയ്യുന്നു എന്നോ അറിയിക്കുന്നത് 2 3 4 5 ദിവസം കഴിഞ്ഞിട്ടാണ്. നമ്മൾ നേരിട്ട് ആ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഉത്തരം കിട്ടുന്നത് ഇവർ 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് പറയുക. അതിൻ്റെ സ്പിരിറ്റ് കൂടി ഇല്ലാതെയായിട്ടാണ്. എന്നിട്ട് അതിനൊരു കാരണവും പറയും. 5 ദിവസം വൈകാൻ കാരണം ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല, അയാൾ എവിടേക്കാ പോയിരുന്നേ അതെനിക്ക് അറിഞ്ഞൂടാ, അയാൾ 5 ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ലേ, 5 ദിവസമായിട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ ഒന്നും എടുത്തിട്ടില്ല, ഫോൺ എടുത്തില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചു? ഞാൻ 1 പ്രാവശ്യം വിളിച്ചുള്ളൂ, വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. ഇത്രയും വികൃതമായിട്ടുള്ള ഈ തടി തപ്പലും ഉരുളലും കേരളീയരെ പോലെ ബാക്കി ആരും നടത്താറുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് വളരെ ചീപ്പായിട്ടുള്ള എക്സ്ക്യൂസുകൾ പറയുക, ദിവസങ്ങളോളം മാറ്റിവെക്കുക. എന്നിട്ട് 4-5 ദിവസം കഴിഞ്ഞ് അത് നമ്മളെ അറിയിക്കുമ്പോൾ അതെന്തോ ധീരകൃത്യം താൻ ചെയ്ത മാതിരി തന്നെ. ഈ 5 ദിവസം എന്ന് പറയുന്ന വേസ്റ്റ് ആക്കിയത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനത്
ഒത്തിരി അധികം അനുഭവിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഈ ബാക്കിയുള്ളവരെ ചിലതൊക്കെ ഏൽപ്പിക്കുന്നതിന് പകരം നമ്മൾ തന്നെ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തു നമ്മൾ വിളിച്ചു ചോദിച്ചാൽ അങ്ങനെ ഒരു ദിവസം ചെയ്തു തീർക്കാനുള്ള 10ഓ 20ഓ വർക്ക് ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മതി. ചില കാര്യങ്ങൾ ഇതുപോലെയുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിനും 4-5 ദിവസം വേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നേരിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് 1 മണിക്കൂറിനകം ഉത്തരം കിട്ടണമെന്ന് പറയാം. ആ 1 മണിക്കൂറിനകം ഉത്തരം കിട്ടണമെന്ന് നിർദ്ദേശിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അയാൾ അത് ചെയ്യുമെന്ന് ഉറപ്പ് വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ ഏൽപ്പിക്കുന്നത് എന്ന് കൂടി പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തരത്തിലുള്ള സീരിയസ്നെസ്സും ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഇല്ലാതെ വലിച്ചു നീട്ടി കുറേ ദിവസം കഴിഞ്ഞ് അറിയിച്ചാൽ മതി ഇതെല്ലാം എന്ന ഒരു കാഷ്വലായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരു മാനസികാവസ്ഥ, അതിലാണ് ശരിക്കും നമുക്ക് വേദന തോന്നാറുള്ളത്. ആരെ എന്ത് ഏൽപ്പിച്ചാലും അത് പതുക്കെ, എന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടൊരു എക്സ്ക്യൂസ്, വളരെ താറായ എക്സ്ക്യൂസ് പറയുന്ന ഒരവസ്ഥയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ, ധന്യമായിട്ടുള്ള യജ്ഞം, അത് കഴിയുന്നത്രയും നമ്മളും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അധികം വിശ്വാസമുള്ളവരെയും ഏൽപ്പിച്ച് ഒരു 5 ദിവസമോ 7 ദിവസമോ കൊണ്ട് ചെയ്തു തീർക്കേണ്ടത് 1 മണിക്കൂറോ അരമണിക്കൂറോ കൊണ്ട് ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അവനവൻ്റെ കാര്യം, സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. അവനവൻ്റെ കാര്യം അവനവൻ ഭംഗിയായിട്ട് ചെയ്യാം. അത്യാവശ്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എഴുതി കൊടുത്ത് ടിക്ക് മാർക്ക് ചെയ്ത് തീർത്തു എന്നുള്ളത് ഉറപ്പുവരുത്തത്തക്ക വിധത്തിൽ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ സാധിച്ചാൽ, വെറുതെ വലിച്ചു നീട്ടി ഒരു കാര്യത്തിൻ്റെ സീരിയസ്നെസ് കളയുന്ന വിധത്തിൽ മറ്റുള്ളവരെ കൊണ്ട് അത് പറയിപ്പിക്കാതെയും ചെയ്യിപ്പിക്കാതെയും ഇരിക്കാം. പ്രണാമം, നമസ്കാരം.